നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ചക്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ചാറ്റൽ മഴയെ അവഗണിച്ചും 10,000-കണക്കിന് വിശ്വാസികളാണ് കാലയെക്കൂട്ടിയെത്തി ദേവിക്ക് പൊങ്കാല അർപ്പിച്ച് സായുജ്യമണഞ്ഞത്. ചണ്ഡീഗഡിലും ഉത്തർപ്രദേശിലും വൈദ്യുതി വിതരണം സ്വകാര്യവൽക്കരിക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് ഐക്യദാർഢ്യ സമരം നടത്തി നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് സംഘടന രംഗത്ത്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മാർച്ചും ധർണയും അഡ്വക്കേറ്റ് എ മാരിഫ് എം പി ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ബീച്ചിലെ തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന സഞ്ചാരികളുടെ ആവശ്യം ശക്തമാകുന്നു. പരിചയസമ്പന്നരായ മുഴുവൻ ഹൗസ് ബോട്ട്, ഷിക്കാര ബോട്ട്, മറ്റ് മോട്ടോർ ബോട്ട് തൊഴിലാളികൾക്കും ഉപാധികളില്ലാതെ ലൈസൻസ് നൽകണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ആലപ്പുഴ പോർട്ട് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ പി ചിത്രരഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ചക്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ചാറ്റൽ മഴയെ അവഗണിച്ചും 10,000-കണക്കിന് വിശ്വാസികളാണ് കാലയെക്കൂട്ടിയെത്തി ദേവിക്ക് പൊങ്കാല അർപ്പിച്ച് സായുജ്യമണഞ്ഞത്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ചക്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ചെറുമഴയെ അവഗണിച്ചും 10,000-കണക്കിന് വിശ്വാസികളാണ് കാലയെക്കൂട്ടി ക്ഷേത്രത്തിലെത്തി ദേവിക്ക് പൊങ്കാല അർപ്പിച്ച് സായുജ്യമണഞ്ഞത്. ക്ഷേത്രത്തിലെ കെടാവിളക്കിൽ നിന്നും ക്ഷേത്ര മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി പണ്ടാരപ്പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകർന്നതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമായത്. ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ സഹധർമ്മിണി രാധിക സുരേഷ് ഗോപിയും മകൻ ഗോകുൽ സുരേഷും ചേർന്ന് പൊങ്കാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. RC ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ റജീർ ചെറിയാൻ മുഖ്യാതിഥിയായി. ഉച്ചയോടെ 500-ലധികം വേദപണ്ഡിതന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദേവിയെ 51 ജീവിതകളിലായി എഴുന്നള്ളിച്ച് ഭക്തർ തയ്യാറാക്കിയ പൊങ്കാല നേദിച്ചു. തുടർന്ന് വൈകിട്ടോടെ വെസ്റ്റ് ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് IAS കാർത്തിക സ്തംഭത്തിൽ അഗ്നി പകർന്നു. ക്ഷേത്ര പരിസരം കൂടാതെ തിരുവല്ല മുതൽ തകഴി വരെയും MC റോഡിൽ ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ പന്തളം റൂട്ടിലും മാന്നാർ മാവേലിക്കര റൂട്ടിലും മുട്ടാർ കിടങ്ങറ വിയപുരം ഹരിപ്പാട് റൂട്ടിലും ഭക്തർ പൊങ്കാലയർപ്പിച്ചു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ഛത്തീസ്ഗഡിലും ഉത്തർപ്രദേശിലും വൈദ്യുതി വിതരണം സ്വകാര്യവൽക്കരിക്കുന്ന നടപടിക്കെതിരെ നടക്കുന്ന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മാർച്ചും ധർണയും മുൻ MP അഡ്വക്കേറ്റ് എ മാരിഫ് ഉദ്ഘാടനം ചെയ്തു. ചണ്ഡീഗഡിലും ഉത്തർപ്രദേശിലും വൈദ്യുതി വിതരണം സ്വകാര്യവൽക്കരിക്കുന്ന നടപടിക്കെതിരെ നടക്കുന്ന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ ഷൗക്കട്ട് പാലത്തിന് സമീപം വൈദ്യുതി ഭവന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കടൻകുറുക്കി പാലത്തിന് സമീപം പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ മുൻ MP അഡ്വക്കേറ്റ് എ മാരിഫ് ഉദ്ഘാടനം ചെയ്തു. അടിച്ചൊതുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളിൽ ഏറ്റവും പ്രധാന നിയമങ്ങൾ ESMA, എസൻഷ്യൽ സർവീസ് മെയിൻ്റനൻസ് ആക്ട്. ആ ആക്ട് പ്രകാരം ESMA പ്രകാരം ജനങ്ങളുടെ ഏറ്റവും ജീവിത ആവശ്യമുള്ള ഏറ്റവും യൂട്ടിലിറ്റിയുള്ള ഒരു പ്രധാനപ്പെട്ട മേഖല എന്ന നിലയിൽ ആ മേഖലയിൽ സമരം ചെയ്യുന്നവർക്ക് അവരെ അറസ്റ്റ് ചെയ്താൽ ജാമ്യം പോലും കൊടുക്കാതെ അവരെ കൽത്തുറുങ്കിലിടാൻ വേണ്ടിയിട്ടുള്ള നിയമമടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ചണ്ഡീഗഡിലെയും UPയിലെയും ഹരിയാനയിലെയും പഞ്ചാബിലെയും തൊഴിലാളികൾക്കെതിരായി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലമായി ചണ്ഡീഗഡിലെ തൊഴിലാളികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഉജ്ജ്വലമായ സമരത്തിന് നടത്തുന്നത്. നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു വലിയ സമരമാണ്. ആ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന തൊഴിലാളികൾക്കെതിരായ ESMA ആക്ട് പ്രകാരമുള്ള കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി AM ഷിറാസ് ധർണയിൽ അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഉപാധ്യക്ഷൻ K രഘുനാഥ് സ്വാഗതം പറഞ്ഞു. ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമിതി അംഗം N നന്ദകുമാർ,
പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം മോഹനൻ ഉണ്ണിത്താൻ, ജി ഗിരികുമാർ, വിശ്വനാഥ പിള്ള, ജാഫർ മോൻ, കെ എച്ച് ലേഖ എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ ബീച്ചിലെ തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന സഞ്ചാരികളുടെ ആവശ്യം ശക്തമാകുന്നു. ആലപ്പുഴ ബീച്ചിലേക്ക് എത്തുന്ന സഞ്ചാരികൾ ഇപ്പോൾ ഭയന്നിട്ടാണ് ഇവിടെ നിന്നും മടങ്ങുന്നത്. കാരണം എന്താണെന്നല്ലേ? തെരുവുനായ ശല്യം തന്നെ. സൂര്യാസ്തമയം കഴിഞ്ഞാൽ കിഴക്കിന്റെ വെനീസിലെ ഈ സുന്ദര ബീച്ച് ആസ്വദിക്കാനെത്തുന്നവരുടെ സുരക്ഷയുടെ കാര്യം അല്പം കഠിനമാണ്. ഏത് സമയവും തെരുവുനായയുടെ ആക്രമണമുണ്ടാകുമെന്ന ഭീതിയിലാണ് സഞ്ചാരികൾ ഇപ്പോൾ ബീച്ചിൽ സമയം ചെലവിടുന്നത്. കഴിഞ്ഞ 30 ദിവസത്തിനിടെ ബീച്ചിലും റെയിൽവേ സ്റ്റേഷനിലും ബീച്ചിന്റെ മറ്റ് സമീപ പ്രദേശങ്ങളിലുമായി നിരവധി പേരാണ് തെരുവുനായയുടെ ആക്രമണത്തിനിരയായത്. എന്നാൽ തെരുവുനായ വിഷയം പരിഹരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളോ ജനപ്രതിനിധികളോ യാതൊന്നും ചെയ്യുന്നില്ല എന്ന പരാതിയും ഇപ്പോൾ സഞ്ചാരികളും പ്രദേശത്തെ വ്യാപാരികളും ഉന്നയിക്കുന്നുണ്ട്. ക്രിസ്തുമസ് പരീക്ഷ കഴിയുന്നതോടെ പുതുവത്സരം ആഘോഷിക്കാനായി സ്വദേശ വിദേശ വ്യത്യാസമില്ലാതെ കുട്ടികളടക്കം 10,000-കണക്കിന് പേർ ആലപ്പുഴ ബീച്ചിലേക്ക് ഒഴുകിയെത്തും. അത് മുന്നിൽ കണ്ടെങ്കിലും തെരുവുനായ ശല്യത്തിന് അറുതി വരുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും നാട്ടുകാർ ആവശ്യമുന്നയിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് ഒരുപറ്റം വ്യാപാരികളും ഇവിടേക്കെത്തുന്ന സഞ്ചാരികളും. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പരിചയസമ്പന്നരായ മുഴുവൻ ഹൗസ് ബോട്ട്, ഷിക്കാര ബോട്ട്, മറ്റ് മോട്ടോർ ബോട്ട് തൊഴിലാളികൾക്കും ഉപാധികളില്ലാതെ ലൈസൻസ് നൽകണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ആലപ്പുഴ ബീച്ചിന് സമീപം പോർട്ട് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ പി ചിത്തരഞ്ജൻ എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. പരിചയസമ്പന്നരായ മുഴുവൻ ഹൗസ് ബോട്ട്, ഷിക്കാര ബോട്ട്, മോട്ടോർ ബോട്ട് തൊഴിലാളികൾക്കും ഉപാധികളില്ലാതെ ലൈസൻസ് നൽകുക, ഐവി ആക്ട്, അറബിക്കടലിൽ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ആലപ്പുഴ പോർട്ട് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേരള ഹൗസ് ബോട്ട് ആൻഡ് റിസോർട്ട് വർക്കേഴ്സ് യൂണിയൻ CITU, ഹൗസ് ബോട്ട്, ഷിക്കാര ബോട്ട്, മോട്ടോർ ബോട്ട് ഉടമകൾ എന്നിവരുടെ സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോർട്ട് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ ആലപ്പുഴ MLA പി ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. വ്യവസായത്തിന്റെ സംരക്ഷണത്തിനുള്ള ഉത്തരവാദിത്വം ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമല്ല, ഗവൺമെന്റിന് ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. അതിൽ ടൂറിസം വകുപ്പായാലും അതിനകത്ത് തുറമുഖ വകുപ്പായാലും അതുപോലെ തന്നെ പോലീസായാലും ഈ കാര്യത്തിലെല്ലാം ഈ വ്യവസായത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതുകൊണ്ട് പരിചയസമ്പന്നരായ അർഹതപ്പെട്ട എല്ലാ രേഖകളും നൽകിയിട്ടുള്ള ഹൗസ് ബോട്ടുകൾക്കും ഷിക്കാര ബോട്ടുകൾക്കും നിയമാനുസൃതമുള്ള ലൈസൻസ് കൊടുക്കുവാനുള്ള നടപടി സ്വീകരിക്കണം. അങ്ങനെയുള്ള ലൈസൻസ് കൊടുക്കാതെ ഇനിയും ഇവരെ ദ്രോഹിക്കുവാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ സമരം കുറെ കൂടെ ശക്തിപ്പെടുത്തുവാനും അതോടൊപ്പം തന്നെ കടുത്ത നിലപാടിലേക്ക് പോകുവാനും ഈ രംഗത്തുള്ളവർ തയ്യാറാകേണ്ടി. സംയുക്ത സമരസമിതി ചെയർമാൻ വി വിനോദ് ധർണയിൽ അധ്യക്ഷത വഹിച്ചു. മുൻ MLA CK സദാശിവൻ, ലൈജു മാതിരമ്പള്ളി, കെവിൻ റൊസാരിയോ, ജോബിൻ അക്കരക്കളം, അശോകൻ, R മാധവൻ നായർ, PK സജീവ് കുമാർ, A അനസ്, ടോം തോമസ്, അശോകൻ, ഭാസ്കരൻ, MP അനിരുദ്ധൻ, MK സതീശൻ എന്നിവർ ധർണയിൽ സംബന്ധിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലപ്പുഴ ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ചും ധർണയും നടത്തി. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച ധർണ യൂണിയൻ ജില്ലാ സെക്രട്ടറി K സോമനാഥപിള്ള ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലപ്പുഴ ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെൻഷൻകാരുടെ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പെൻഷൻ പരിഷ്കരണത്തിന്റെ 4ാം ഗഡു അനുവദിക്കുക, 2024 ജൂലൈ മുതൽ അർഹമായ പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക, 2022 ജനുവരി മുതലുള്ള 6 ഗഡു ക്ഷാമാശ്വാസം അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ ധർണ ജില്ലാ സെക്രട്ടറി K സോമനാഥപിള്ള ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഗവൺമെന്റും 2013 ഏപ്രിൽ മുതൽ നിയമനമാകുന്ന ജീവനക്കാർക്ക് സർവീസ് പെൻഷൻ അർഹതയില്ല. നിങ്ങൾക്ക് പെൻഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സർവീസിൽ എടുത്ത കാലം മുതൽ അതിനാവശ്യമായിട്ടുള്ള കാശ് സർക്കാരിലേക്ക് അടയ്ക്കണം എന്ന് ഉത്തരവിട്ടു. നമ്മുടെ രംഗത്ത് അതിനെ ശക്തമായി എതിർത്ത അങ്ങേയറ്റം
വിലക്കപ്പെടേണ്ടതാണ് ഈ പരിഷ്കാരം എന്ന് പ്രഖ്യാപിച്ച ഒരേ ഒരു പെൻഷൻ സംഘടന കേരളത്തിലെ സർവീസ്. ഇന്ന് ഒന്നാം തീയതി പെൻഷൻ പ്രസിഡന്റിന്റെ മുമ്പിൽ മാനവമായിട്ട് നിന്ന് ഞങ്ങളാണ് പെൻഷൻകാരുടെ അവകാശങ്ങളെല്ലാം. ബ്ലോക്ക് പ്രസിഡന്റ് MV മണി ധർണയിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി നരേന്ദ്രൻ നായർ, KK രാമചന്ദ്രൻ, N പുഷ്കരൻ, S ശുഭ, ജ്യോതിഷ് കുമാർ, സൈഫുദ്ദീൻ, PK വിലാസിനി എന്നിവർ ധർണയിൽ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചക്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ചാറ്റൽ മഴയെ അവഗണിച്ചും 10,000-കണക്കിന് വിശ്വാസികളാണ് കാലയെക്കൂട്ടിയെത്തി ദേവിക്ക് പൊങ്കാല അർപ്പിച്ച് സായുജ്യമണഞ്ഞത്. ചണ്ഡീഗഡിലും ഉത്തർപ്രദേശിലും വൈദ്യുതി വിതരണം സ്വകാര്യവൽക്കരിക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് ഐക്യദാർഢ്യ സമരം നടത്തി നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് സംഘടന രംഗത്ത്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മാർച്ചും ധർണയും അഡ്വക്കേറ്റ് A മാരിഫ് MB ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ബീച്ചിലെ തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന സഞ്ചാരികളുടെ ആവശ്യം ശക്തമാകുന്നു. പരിചയസമ്പന്നരായ മുഴുവൻ ഹൗസ് ബോട്ട്, ഷിക്കാര ബോട്ട്, മറ്റ് മോട്ടോർ ബോട്ട് തൊഴിലാളികൾക്കും ഉപാധികളില്ലാതെ ലൈസൻസ് നൽകണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ആലപ്പുഴ പോർട്ട് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.